അഭിനയിക്കാൻ അറിയില്ല എന്നുകൊണ്ട് സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു. അതേ ആള് തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകുകയും ചെയ്തു. ഹീറോയിസം. അതെ, സലീം കുമാർ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണിത്. സലീം കുമാറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാസ്യ നടനിൽ നിന്ന് തുടങ്ങി പിന്നെ ക്യാരക്ടർ റോളുകൾ, പിന്നെ നായക പരിവേഷത്തിലെല്ലാം മലയാളികളിലേക്ക് എത്തിയ, മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു നടനാണ് സലീം കുമാർ. ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞവർ അവരുടെ എന്താ പറയുക, അവരുടെ കൃത്യമായ അവരുടെ ടാലന്റ് പിന്നീട് പുറത്ത് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് കാണുന്നത്? സലീം കുമാറും ഇന്നസെന്റും ഈ രണ്ടുപേരാണ് സ്വയം വിമർശിച്ചുകൊണ്ട് ഹാസ്യം ഉണ്ടാക്കുന്ന ആളുകൾ മലയാള സിനിമയിൽ. നമ്മൾ കണ്ടത് ഇന്നസെന്റ് നമ്മളോടൊപ്പം ഏതായാലും അവരുടെ കഥകൾ തന്നെ പറഞ്ഞിട്ട് ഒരു ചിരിയുണ്ട്. ഈ നമ്മൾ തന്നെ തമാശ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ചിരിക്കുന്നതിനകത്ത് ഒരു അഭംഗിയുണ്ട് ചില സമയങ്ങളിൽ. അതേസമയം സലീം കുമാറിന്റെ ആ ഒരു പൊട്ടിച്ചിരിയുണ്ട്. സലീം കുമാർ അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന എന്റെ ചിരിയാണ് പിന്നെ എന്റെ മുഖമായി മാറിയത്, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ സ്വീകരിക്കാൻ തുടങ്ങിയത് അതിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ സലീം കുമാർ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. അത് ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കാത്ത സ്ഥിതിക്ക് നമ്മളത് വ്യക്തമാക്കുന്നില്ല. എന്ത് തന്നെയായാലും പക്ഷെ അതിനകത്ത് സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കാര്യം മാത്രമല്ല, മറ്റു പലരുടെയും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. നോക്കൂ, ഉദാഹരണം പറയാം. ഇന്ന് തെന്നിന്ത്യയിലെ നല്ല പാൻ ഇന്ത്യയിൽ വിലപിടിപ്പുള്ള നടനാണ് ഭഗത് ഫാസിൽ. രജനീകാന്ത് ആയാലും അല്ലു അർജുൻ ആയാലും, അതായത് നമ്മൾ പാൻ ഇന്ത്യ തിറങ്ങി നിൽക്കുന്ന സൂപ്പർ ഹീറോസ് ഒക്കെ പുകഴ്ത്തുന്ന ഒരു കാര്യമാണ് ഭഗത് ഫാസിലിന്റെ അഭിനയത്തെ പറ്റി. ആ ഭഗത് ഫാസിലിന്റെ അച്ഛൻ ഫാസിൽ നിർമ്മിച്ച് സംവിധാനം ചെയ്ത കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന സിനിമയായിരുന്നു ഭഗത് ഫാസിലിന്റെ ആദ്യ സിനിമ. ആ സിനിമയെ പക്ഷേ ഒരാൾക്കും ഭഗത് ഫാസിലിന്റെ അഭിനയം കൊള്ളുകയില്ല. അത് സത്യമാണ്. ഭഗത് ഫാസിലിന്റെ അഭിനയം അതിനകത്ത് വളരെ മോശമാണ്. അല്ലെങ്കിൽ ഭഗത് ഫാസിൽ സിനിമയ്ക്ക് പറ്റിയ ആളല്ല. അദ്ദേഹം വളരെ മെലിഞ്ഞിട്ടായിരുന്നു. അന്നത്തെ ഡ്രസ്സിങ് ഒക്കെ ഇൻസേർട്ടൊക്കെ ചെയ്തിട്ടാണ് ആ പാട്ടിനകത്തൊക്കെ അവർ കട്ടമീശയൊക്കെ വെച്ച് ചെറിയൊരു കഷണ്ടി ഏറിയ ഒരു ചെറുപ്പക്കാരൻ, ചെറുതായൊരു കഷണ്ടിയുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ അന്ന് കുഞ്ചാക്കോ ബോബനും മറ്റുള്ളവരും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്, ദിലീപും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി അദ്ദേഹത്തെ പാടെ തള്ളിക്കളഞ്ഞു. നോക്കൂ, അന്ന് ഫാസിലിന് വലിയ സിനിമകളൊന്നുമില്ല. ആ കഥ ആലപ്പുഴയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ ആലപ്പുഴയിൽ ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്ത സമയത്ത് ഭഗത് ഫാസിലുമായിട്ട് അത്രയ്ക്ക് അടുത്തുള്ള ഭഗത് ഫാസിലിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഒരു കസ്റ്റമറാണ്, പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പലപ്പോഴും ഭഗത് ഫാസിൽ എപ്പോഴും ഇവിടെ വരുമായിരുന്നു. സിനിമയിലൊക്കെ ഒന്നും ആകുന്നതിന് മുമ്പിട്ട് അവന് ഭയങ്കര വിഷമമായിരുന്നു, ഒന്നും ആകാൻ പറ്റിയില്ല. പുള്ളി ജോലിക്ക് വേണ്ടി അമേരിക്കയിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. സിനിമയും പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അന്ന് ഈ ഇന്ത്യൻ ഇൻഡസ്ട്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ പണ്ടൊരിക്കൽ മോഹൻലാലിനെ പുകഴ്ത്തിയതുപോലെയാണെന്ന് ഭഗത് ഫാസിലിനെ പുകഴ്ത്തുന്നത്. ഏത് കഥാപാത്രമായാലും ആ കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം ഇടുന്നൊരു എഫേർട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇടുന്ന ചില സൂക്ഷ്മമായ അഭിനയങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഭിനയിക്കും എന്ന് പറയുന്നതല്ല, അത് അദ്ദേഹം കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വാനപ്രസ്ഥം സിനിമയിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ളതാണ്. ചില സാധനങ്ങൾ അവർ തന്നെ കയ്യിൽ നിന്നിട്ട് അതിനുമപ്പുറത്തേക്ക് മോഹൻലാലൊക്കെ സ്വന്തമായ ഒരു സിനിമ നിർമ്മിക്കാൻ പിന്നെയും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. മമ്മൂട്ടിയൊക്കെ വീണ്ടും ഒരുപാട് കാലത്തിന് ശേഷമാണ് ആ ഒരു കോൺഫിഡൻസ് വന്നത്. പക്ഷെ ഭഗത് ഫാസിലൊക്കെ വന്ന് ആ സമയം മുതൽ അവർ നിർമ്മാണം ഏറ്റെടുക്കുന്നു, വിതരണം ഏറ്റെടുക്കുന്നു, അവരഭിനയിക്കാത്ത സിനിമകൾ. ഇപ്പോൾ മോഹൻലാലിൻ്റെ പല പ്രൊഡക്ഷൻ പ്രണവ് പ്രൊഡക്ഷൻസോ അങ്ങനെ എന്തോ പ്രണവത്തിൻ്റെ പേരിലായിരുന്നു ആദ്യത്തെ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമകളാണ് ഇത്. പക്ഷേ ഭഗത് ഫാസിൽ നോക്കും, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പൈങ്കിളി എന്ന് പറയുന്ന സിനിമ ഭഗത് ഫാസിൽ നിർമ്മിക്കുന്നു. അഭിനയിക്കുന്ന ആരാണ്? അമ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സജിൻ ഗോപു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ട് വന്ന ഒരാൾക്ക് വേണ്ടി ഒരു വലിയ സിനിമ തന്നെ അദ്ദേഹം നിർമ്മിക്കുന്നു. അപ്പോൾ സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ച് സിനിമയിൽ ജീവിതം കൊണ്ട് വിജയിച്ച് കാണിച്ച് അദ്ദേഹം മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ തുടങ്ങിയത് സലീം കുമാറിലാണ്. സലീം കുമാറിൻ്റെ കഥ എടുക്കും. സലീം കുമാർ കിന്നാരത്തുമ്പികളിൽ അഭിനയിച്ച സലീം കുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് ആദാമിൻ്റെ മകൻ അബുവിലേക്കൊക്കെ വരുമ്പോൾ, അച്ഛനുറങ്ങാത്ത വീട്ടിലേക്കൊക്കെ വരുമ്പോൾ സംസ്ഥാന അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഒക്കെ വാങ്ങി. പഴയ ഭരത് അവാർഡാണ് അവർ വാങ്ങിയതെന്നുള്ളതാണ്. ഭരത് മോഹൻലാൽ, ഭരത് മമ്മൂട്ടി, ഭരത് സുരേഷ് ഗോപി, ഭരത് ജയറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഭരത് ഉണ്ടായിരുന്നെങ്കിൽ ഭരത് സലീം കുമാർ, ഭരത് സുരാജ് വെഞ്ഞാറമൂട് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഇതേ സാധനമാണ് സുരാജ് വെഞ്ഞാറിലേക്ക് പോകും. സ്റ്റേജ് ഷോകൾ, മിമിക്രികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യൻ. അത് കൈരളി ടി വിയിലാണെന്ന് തോന്നുന്നു. സുരാജ് വെഞ്ഞാറമൂട് ദാദാ സാഹിബിൽ വന്ന മമ്മൂട്ടിയുടെ അപ്പിയറൻസ് അഭിനയിച്ചുകൊണ്ടാണ്, അനുകരിച്ചുകൊണ്ടാണ്. ഇതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കണക്ട് ആവുന്ന എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വളർന്നു വന്ന ഈ സിനിമയും സീരിയലൊക്കെ നോക്കി കാണാൻ തുടങ്ങിയ സമയത്ത് വന്ന ആളുകളാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് മമ്മൂട്ടിയുടെ ഡ്യൂപ്പ് ചെയ്തിട്ടാണ് സുരാജ് വെഞ്ഞാറമൂട് ഒരു മുഖം ഫെയിമായിട്ട് വരുന്നത്. അവിടെ നിന്ന് കൊമേഡിയനിലേക്ക് പോയി, തള്ളേ പുള്ളയൊക്കെ പറഞ്ഞ് തിരുവനന്തപുരം ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല സുരാജ് എന്ന് പറഞ്ഞെടുത്ത് നിന്ന് സുരാജ് ഈ പറയപ്പെടുന്ന ദേശീയ അവാർഡിലേക്കൊക്കെ പോയി എന്ന് പറയുമ്പോൾ അത് കൈയടിയോടെ സ്വീകരിക്കേണ്ടതാണ്. ഒരുപക്ഷെ അന്നൊക്കെ സുരാജ് ഒരു വേഷത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ടാവും. ഇന്ന് സുരാജിൻ്റെയും സലീം കുമാറിൻ്റെയും ഒക്കെ ഡേറ്റിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ്. സലീം കുമാറിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് എല്ലാ സിനിമയിലും ഒന്നും അദ്ദേഹത്തിന്
പറ്റും എന്ന് തോന്നില്ല. എന്നാൽ പോലും സുരാജ് വെഞ്ഞാറമൂടിൻ്റെയൊക്കെ ഒരു ഡേറ്റിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുകയാണ്. നായകനിലേക്ക് വന്നു എണ്ണം പറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്നത്. എനിക്കിപ്പോഴും ചെറിയ വേഷത്തിലാണ് വന്നു പോയതെങ്കിലും നമ്മുടെ നിവിൻ പോളി നായകനായ എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോ ബിജു, ആ സിനിമയിലെ സുരാജിൻ്റെ അച്ഛൻ വേഷം തമാശയ്ക്കാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല് സൺലേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന കഥാപാത്രമുണ്ട്. മനസ്സിൽ ഇപ്പോഴും നൊമ്പരമായി നിൽക്കുന്ന കഥാപാത്രം. ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെടുത്തത്. ഇപ്പോൾ നോക്കൂ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്തിനാ ഈ കോഴ്സ് പഠിക്കുക, അതായത് നമ്മുടെ മനസ്സിൽ സിനിമാക്കാരനാവണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ്. അങ്ങനെ ക്ലാസ്സിൽ പോലും കയറാതെ എക്സാം പോലും എഴുതാതെ നടന്ന പലരും സിനിമയുടെ പല കോണുകളിൽ സ്വന്തമായി സിനിമയൊക്കെ ചെയ്യും. എഡിറ്ററായിട്ടും ക്യാമറമാനായിട്ടും ഒക്കെ ചെന്ന് കയറുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അഭിമാനത്തോടെയാണ് എൻ്റെ ക്ലാസ്മേറ്റ് ആണവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ തലത്തിലുമുണ്ട്, എല്ലാ ഇൻഡസ്ട്രിയിലുണ്ട്. ചില ആളുകളുണ്ട് നമ്മളോട് ജോലി ചെയ്യാൻ വരും. ആദ്യം നമ്മൾ എന്താ വിചാരിക്കുക, ഇവരെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇവർ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ സഹായമായിട്ടൊക്കെ നോക്കും. പക്ഷെ പിന്നീട് ഒരു ടേണിംഗ് പോയിന്റിൽ അവരുടെ ടാലൻറ്റ് കണ്ടെത്തുമ്പോൾ അത് കൃത്യമായി അവരവരുടെ കഴിവ് തെളിയിക്കുകയാണ് അവിടെ. അത് അവരുടെ ആ ഒരു സിറ്റുവേഷൻ്റെ നീഡനുസരിച്ച് അവരുടെ ടാലൻ്റ് അവർ കണ്ടെത്തും. അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചില ആളുകൾ കണ്ടെത്തും, ചില ആളുകൾ ഭാഗ്യം കൊണ്ട് കണ്ടെത്തും, ചില ആളുകൾ കഴിവ് കൊണ്ട് കണ്ടെത്തും. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നോക്കൂ, നമ്മുടെ കൂടെയുള്ള എഡിറ്റർ രാഹുൽ 1 വർഷം മുമ്പ് എൻ്റെ നാട്ടുകാരനാണ്. ഇപ്പോൾ രാഹുൽ +2 പഠിക്കുന്ന സമയത്ത് രാഹുലിൻ്റെ സഹോദരൻ രഞ്ജിത്തും കൂടി ഷോർട്ട് ഫിലിം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള സിനിമയിൽ അസോസിയേറ്റും ചീഫും ഒക്കെ ചെയ്യുന്ന സുനിത്തേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവരെ സഹായിക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചോ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന സമയമാണ്, ഇതുപോലൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്, ഈ ഫ്രീ ആണെങ്കിൽ വരണേ എന്ന് പറഞ്ഞപ്പോൾ 2-3 ദിവസം ഷൂട്ട്. അപ്പോൾ ഞാൻ 2 ഇരട്ട പിള്ളേർ, ഒരുത്തരം അഭിനയിക്കുന്നു, ഒരുത്തൻ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറൊക്കെ പിടിച്ചാൽ ഞാൻ വലിയ കാര്യമൊന്നും നോക്കിയില്ല. പക്ഷേ ഈ സാധനം എടുത്തു വെക്കുന്ന ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെറുതെ പോയി നിൽക്കുകയാണ്, കാണാൻ വേണ്ടി നിൽക്കണം, നമുക്ക് ഇതിലുള്ള താല്പര്യം കൊണ്ട് പോയി നിൽക്കുകയാണ്. അവസാനം ഈ ഷോർട്ട് ഫിലിമിൻ്റെ അവസാനം ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു വേഷമുണ്ട്, അത് ചെയ്യാമെന്ന് ഏറ്റാൾ വന്നില്ല. വൈകുന്നേരം 5:30 മണി 6 മണി സമയം. അപ്പോൾ എന്നോട് സുനിത്തേട്ടൻ പറഞ്ഞാൽ നീ ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് വലിയ ഡയലോഗ് തന്നിട്ട് നമ്മളെ കൊണ്ട് വെച്ചു. പക്ഷേ അതിൻ്റെ എന്തുകൊണ്ടോ ചില ടെക്നിക്കൽ പ്രശ്നമുണ്ടായ ഔട്ടൊന്നും പുറത്തിറങ്ങിയില്ല. അന്നേ നമുക്ക് ഈ പിള്ളേരെ അറിയാം, ഇവർ ഭയങ്കര സ്നേഹത്തിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്. പിന്നീട് കുറേ നാളിന് ശേഷം ഒരു മലയാളം ആൽബം സോങ്ങാണ്, അതിൽ ഈ രാഹുൽ രഞ്ജിത്ത് സംവിധാനം എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ തിരക്കിയപ്പോൾ ഈ പയ്യന്മാരാണ്. അതിനുശേഷമാണ് ഇവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പറയാം, അത് ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട് എന്നൊക്കെ. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ഇവരൊരു വെബ് സീരീസ് ചെയ്തപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടനൊരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. എടാ ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ പോയി. അവർ ഒരു കിടിലൻ സാധനം, ഞാൻ അതിൻ്റെ ബഡ്ജറ്റ് കേട്ടാണ് ഞെട്ടിപ്പോയി. 10,000 രൂപയ്ക്ക് അവർ 2-3 എപ്പിസോഡ് ഒരു വെബ് സീരീസ് നല്ല വൃത്തിയായിട്ട് ചെയ്തു, അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് വൃത്തിയായി ചെയ്തു എന്ന് പറയുന്നൊരു സാധനം. ഞാൻ പോയി അതിനകത്ത് സഹകരിക്കുന്നു, തിരിച്ചു വരുന്നു. അതിനുശേഷമാണ് ഞാൻ ഉമ്മരെ വിളിച്ചിട്ട്, നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിൽ നിൽക്കണേ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് ഇവർ വരികയാണ്. ഇവരിവിടെ വന്ന് ഒരു ഘട്ടത്തിൽ രഞ്ജിത്ത് മറ്റൊരു ചാനൽ, നമ്മുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ചാനലിൽ ക്യാമറാമാനായി ജോലിക്ക് പോകുന്നു. രാഹുൽ അപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവൻ തന്നെ ഒരു ദിവസം എന്നോട് വന്നു വെച്ചാൽ, എനിക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി എന്താ ജോലി എന്നറിയില്ല, എനിക്ക് കഥ എഴുതാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാവുള്ളൂ. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഓഫീസിലൊരു എഡിറ്റർ റിസൈൻ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ ആ എഡിറ്ററോട് പറഞ്ഞത് എത്രേ ഉള്ളൂ, എനിക്ക് ഇനി പുറത്തുനിന്ന് ഒരാളെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുപാട് പേര് നമ്മുടെ ഓഫീസിലുണ്ടല്ലോ, ഒരാളെ വൃത്തിയായിട്ട് എഡിറ്റിംഗ് പഠിപ്പിച്ചിട്ട് വയ്ക്കും. 3 ദിവസം കൊണ്ട് രാഹുൽ എഡിറ്റിംഗ് പഠിച്ചു. ആ എഡിറ്റിംഗ് പഠിച്ചിട്ട് ഇന്ന് അബാക് മീഡിയയിൽ കാണുന്ന ഒട്ടുമിക്ക വീഡിയോകളും, ഒരു 70% വീഡിയോകളും രാഹുലാണ് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുന്നത് എന്ന് പറയുമ്പോൾ, അവനിവിടെ മറ്റ് വന്ന വലിയ ശമ്പളം ചോദിച്ചു വന്ന മറ്റ് പലരോളം റേഞ്ചിൽ, ഞാൻ അവരാരും ചെറുതായി കാണുന്നില്ല, അവരോളം റേഞ്ചിൽ അവനത് ചെയ്യുന്നു, ആത്മാർത്ഥമായി ചെയ്യുന്നു. അവൻ എന്നിട്ട് നമ്മളോടൊരു സ്നേഹം, നമ്മളിൽ നിന്ന് പഠിച്ച പണിയാണ് എന്ന് പറയുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം, തിരിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹം ഒക്കെ വലുതാണ്. നാളെ അവൻ രാഹുൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഹൈലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. 2-3 ഇന്റർവ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ എപ്പിസോഡുകൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഗസ്റ്റുകൾ നമ്മളെ വിളിക്കുമല്ലോ, അതിന്റെ ഫീഡ്ബാക്ക് തരാൻ വിളിക്കാറുണ്ട്. ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, അതിന്റെ എഡിറ്റിംഗ് നന്നായി ചെയ്തു, കട്ട് ചെയ്തത് അറിഞ്ഞില്ല, അത് നന്നായി ചെയ്തു പോയിട്ടുണ്ട്, അതിന് ഹൈലൈറ്റ്സ് കൃത്യമായ പോയിന്റ്സ് ബില്ല്. നമ്മളാരും ഹൈലൈറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടല്ല രാഹുൽ ചെയ്തു. രാഹുൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഒരു മെയിൻ എഡിറ്റർ ഒരു 3 വീഡിയോ 4 വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ അവനൊരു 5 അതിലൊരു വീഡിയോ അവൻ കൂടുതൽ ചെയ്യാൻ അവൻ ശ്രമിക്കുന്നു. അവൻ നമ്മുടെ മെയിൻ എഡിറ്ററായി മാറി, നമ്മുടെ ഓഫീസിലെ എഡിറ്റിങ്ങിൽ ഏറ്റവും സീനിയർ മെയിൻ എഡിറ്ററായി മാറി എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. അപ്പോൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും, വീഡിയോ മുഴുവനായിട്ട് ആരെങ്കിലും കാണുമോ എന്ന് എനിക്കറിയില്ല, ആരെങ്കിലും കണ്ടാൽ അവർ വിചാരിക്കും ഇവൻ എന്തിനാണ് കുത്തിയിരുന്നത്, ഇവൻ്റെ ജീവിതത്തിലെ കഥ പറയുന്നത്, അല്ലെങ്കിൽ ഇവനോടൊപ്പം ഉള്ളവരുടെ കഥ പറയുന്നത്. അത് മോട്ടിവേഷൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവമാണ്. സീരിയസ്ലി വളരെ വലിയ സന്തോഷമാണ്. നാളെ അവൻ ചിലപ്പോൾ മറ്റു ചാനലിലേക്ക് പോയേക്കാം, അവൻ്റെ പരിപാടിയായിട്ട് പോയേക്കാം. പക്ഷെ അപ്പോഴും നമുക്ക്
നമ്മുടെ കൂട്ടത്തിലൊരു പയ്യൻ അങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ചില ആളുകളുണ്ട് ഇത്തരത്തിൽ വന്ന് കൂടെ നിൽക്കും, കുറേ കാലം സഹോദരന്മാരെ പോലെ നമ്മുടെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവസരങ്ങൾ തട്ടിയെടുത്തിട്ട് ഒരു വാക്ക് പറയാതെ പോകുന്ന ആളുകളുണ്ട്. പറഞ്ഞിട്ട് നിങ്ങൾ ഒപ്പിക്കോ, എനിക്കിങ്ങനെ നമുക്ക് സന്തോഷമല്ലേ, നമുക്ക് അവർ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനും ഒക്കെ വലിയ സന്തോഷമാണ്. മറ്റെല്ലാവരും ഉണ്ട്, കൂടെ നിൽക്കും, സഹോദരനെ പോലെ നമ്മൾ കൊണ്ടു നടക്കും. അവസാനം എങ്ങനെ നമ്മളെ വീഴ്ത്തിയിട്ട് നമുക്കിട്ട് പണി തന്നിട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ, വിശ്വസിച്ച് കൂടെ നിർത്തിയിട്ട് അവസാനം നമുക്കിട്ട് പണിഞ്ഞിട്ട് പോകുന്ന കുറേ ആളുകളുണ്ട്. അപ്പോഴും നമ്മൾ പൊട്ടന്മാരെ പോലെ ഇരുന്നിട്ട് ചിരിച്ചിട്ട് സന്തോഷത്തോടെ വാടാ, നന്നായിട്ട് വാ എന്ന് പറയും. കാരണം അത് നമ്മുടെ ഓരോ ജീവിതങ്ങളും ഓരോ പാഠങ്ങളാണ്. ആരുടെയും സാഹചര്യങ്ങളല്ല. സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെങ്കിലും ഒഴിവാക്കി വിടാം, സാഹചര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാം. പക്ഷെ വന്ന വഴികൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം സഹോദരന്മാരായി കണ്ട ആളുകൾ അങ്ങനെ കളഞ്ഞിട്ട് പോകരുത്. രാഹുലിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു വന്നുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ചില ആളുകളെ പറ്റി അത് പറയണം. കാരണം നല്ലത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങളും പറഞ്ഞു തന്നെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ച് സലീം കുമാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകൾ എല്ലാ മേഖലയിലും ഉണ്ട്. ചില ആളുകൾ ഒരുപാട് പരിശ്രമങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ അവസാനം വിജയിച്ച് കയറുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ കഴിവ്. നമുക്ക് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ലോട്ടറി എടുത്ത് കയ്യിൽ വെച്ചേക്കുന്നവനെയും കലാകാരനെയും ഒരിക്കലും കളിയാക്കാൻ പാടില്ല. കാരണം ഇവരുടെ ജീവിതം രക്ഷപ്പെടുന്നത് എപ്പോഴാണെന്ന് പറയുന്നത്. പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പേരുണ്ട്. ദിലീപ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഭഗത് ഫാസിലിന് ഒരു പക്ഷേ ഫാസിലിന് അഡ്രസ്സ് പറയാനുണ്ടായിരുന്നു തുടങ്ങാൻ. അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കയറിയില്ല. ദിലീപിന് ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. നിവിൻ പോളിയൊക്കെ പിന്നെ നായകനായിട്ട് വന്നതാണ്. നിവിൻ പോളിക്കും സപ്പോർട്ട് ചെയ്യാൻ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നതാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ദിലീപിന് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ജയറാമൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? മോഹൻലാലിന് പിന്നെയും ഒരു പറ്റം കൂട്ടുകാരുണ്ടായിരുന്നു ആ മേഖലയിൽ. മമ്മൂട്ടി അഭിഭാഷക വൃത്തി തേടി ജോലി ഒരു വരുമാനം ഉണ്ടാക്കി വെച്ചിട്ട് ഈ മേഖലയിലേക്ക് വന്നതാണ്. ജയസൂര്യ മെമിക്രി കാണിച്ച് വന്നതാണ്. വിനയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പിടിച്ച് നായകനാക്കിയതോടുകൂടി അങ്ങനെ എത്രയോ പേർ അവർക്കൊക്കെ മിമിക്രി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ചില ആൾക്കാർ വീണ്ടും ഷാജോൺ ഇന്നിപ്പോ എണ്ണം പറഞ്ഞ വില്ലനായി. അതെ, ക്യാരക്ടർ റോളുകൾ ഭീമൻ രഘു എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വില്ലൻ കഥാപാത്രങ്ങൾ മാത്രം എന്നോട് മാറ്റി നിർത്തിയ അവസാനം ജീവിതത്തിലും കോമഡിയായി, സിനിമയിലും കോമഡിയായി അവസ്ഥയിലേക്ക്. കൊച്ചിൻ ഹനീഫ പണ്ട് റേപ്പ് ചെയ്ത് വില്ലതരം കാണിച്ച് നടന്ന ആളെ പിന്നെ മനുഷ്യനെ കൊടുകൂടാ ചിരിപ്പിക്കുന്ന കൊമേഡിയനായി മാറിയില്ലേ ജനാർദ്ദനൻ ചേട്ടൻ. അങ്ങനെ എത്രയോ പേര്. ലാലു അലക്സ് സാർ പണ്ട് ചെയ്തിരുന്ന വേഷങ്ങളുണ്ട്, ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങളുണ്ട്. എല്ലാത്തരം വേഷങ്ങളും വഴങ്ങുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് പേർ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഷാലു പേയാട് എന്ന് പറയുന്നൊരു ഫോട്ടോഗ്രാഫർ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ഒരു റീല് കണ്ടു. പുള്ളി പറയാണ്, ട്രെയിനിൻ്റെ നാറുന്ന ബാത്റൂമിൻ്റെ സൈഡിൽ ഇരുന്ന് സിനിമയിൽ വർക്ക് ചെയ്യാനായി എറണാകുളത്തേക്ക് വന്ന ഒരാളുണ്ട്, ഷാലു പേയാടുണ്ട്. ഞാൻ ഒരാളുടെ അസിസ്റ്റൻ്റായിട്ടല്ല വന്നത്, എന്നെ ആരും ഇത് ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷേ ഞാനിന്ന് 10-20ഓളം ചെറുപ്പക്കാർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൊഴിൽ പഠിപ്പിച്ചു കൊടുത്തു. ഒരു ക്യാമറ നാട്ടുകാർ വിരിവിട്ടൊരു ക്യാമറ വാങ്ങിച്ചു തന്ന ഞാൻ എൻ്റെ കൈകൊണ്ട് പലർക്കും ഞാൻ ക്യാമറ വാങ്ങിക്കൊടുക്കുന്നു. സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ഷാലു പേയായിട്ടൊരു റീല് കണ്ടു. ഭയങ്കര നെഞ്ചിൽ തട്ടിയ ഒരു റീലാണ്. അത്തരത്തിൽ വന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ എല്ലാവർക്കും. എല്ലാം സത്യം. ചില ആളുകളുണ്ട് ഇവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ബാക്ക് വേണ്ടിയിൽ ഒരു ഇന്റർവ്യൂ, ഒരു പയ്യൻ AI വെച്ചിട്ട് അമേരിക്കയിലുള്ള ആളുകളെ പഠിപ്പിക്കുന്നു. നമ്മൾ ആദ്യം ഒരു മലയാളി പയ്യൻ ഇങ്ങനെ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യന് വിസ്മയങ്ങൾ തീർക്കാൻ പറ്റും. സമയം നല്ലതാണെങ്കിൽ, മനസ്സ് ശുദ്ധമാണെങ്കിൽ വിസ്മയങ്ങൾ തീർക്കാൻ പറ്റും.